ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാം. ആ ഒരു പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ആ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, എത്രമാത്രമാണ് അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ഇതൊക്കെയാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ ഒരു വ്യക്തിയുടെ മുഖം ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമുണ്ടോ, ഫീലിങ്സുകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് വാൻഡ്സ് ആണ്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് സോഡ്സ്. ഓക്കെ, 8 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് പെൻഡക്കിൾസ്, the moon card, 9 of wands, the magician card, 7 of swords, 2 of wands, king of pentacles, 4 of pentacles and 7 of cups. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, 8 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡുകൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗംഭീരമായിട്ടുള്ള എങ്കിൽ അല്പം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫസ്റ്റ് തന്നെ അവരുടെ ഒരു യഥാർത്ഥമായിട്ട് ഫീലിങ്സിലേക്ക് നമുക്ക് പോകാം. നമുക്കിവിടെ കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ കിങ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. അവർ നിങ്ങളെ വളരെ ആത്മാർത്ഥമായും ഒരു സ്റ്റേബിൾ ആയിട്ടും ഉള്ള ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാതെ ഒരു തമാശയ്ക്ക് വന്ന് അങ്ങനെ നിന്ന് പോകുന്ന രീതിയിലല്ല. അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കണം, എൻ്റെ ലൈഫിൽ എന്നും ഉണ്ടാകണം എന്നൊക്കെ തന്നെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത്. നിങ്ങളോട് തോന്നിയത് ഒരു ജെനുവൽ ആയിട്ടുള്ള അട്രാക്ഷനും സ്നേഹവും ഒക്കെ തന്നെയാണ്. അതാണ് നമുക്കിവിടെ കിങ് ഓഫ് വാൻഡ്സും കിങ് ഓഫ് പെൻഡക്കിൾസും കാണിച്ചു തരുന്നത്. പിന്നെ വരുന്ന കിങ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജി ഉണ്ട്. പക്ഷെ അവര് ഇമോഷൻസ് തുറന്ന് പറയുന്ന ഒരു ആളല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അവർക്ക് ഒത്തിരി സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അവർക്കിപ്പോൾ ഒരു 100% സ്നേഹം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 200% സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല. ഒരു 100% പോലും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ 50% പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അവർക്കൊരു ലജ്ജയാണ് അത് കാണിക്കാനായിട്ട്, ഒരു നാണം പോലെയൊക്കെയുള്ള അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും അതുകൊണ്ടൊക്കെ തന്നെ അവർ ആ ഒരു സ്നേഹവും ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. അവരുടെ മുൻപിൽ അവർ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് അവരത് നിയന്ത്രിക്കുകയാണ്. ആ ഒരു നിയന്ത്രണമാണ് അവർ മുന്നിൽ വെക്കുന്നത്. അപ്പം അവര് ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നത് വളരെ കുറവായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അവർക്ക് ചിലപ്പോൾ ആ ഒരു സ്കില്ലില്ലായിരിക്കാം. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രകടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവർ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിലേക്ക് വരാനും ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനും ഒക്കെയുള്ള സിറ്റുവേഷൻ കാരണം പറ്റാത്തതായിരിക്കാം. എന്താണെങ്കിലും ആ ഒരു വ്യക്തിക്ക് അത് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മൂൺ കാർഡ് ഉണ്ട്, അതുപോലെ 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. അവരുടെ മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ കൺഫ്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ സംശയവും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ഒരു 7 ഓഫ് സോഡ്സിന്റെ കാർഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ അവരിങ്ങനെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ
ശരിക്കും സ്നേഹം ഉണ്ടെങ്കിലും അതൊരു അവരുടെ ഒരു ഭയവും സംശയവും കൊണ്ട് ആ ഒരു സ്നേഹം മൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അത് അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഉള്ള ഭയങ്ങൾ ഇങ്ങനെയൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ തുറന്ന സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഹേർട്ട് ആകുമോ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കുറെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സ്നേഹമൊക്കെ പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് മൊത്തം ഞാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് വരുമോ, അത് എനിക്ക് എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുമോ എന്നൊക്കെ ഓർത്തിട്ട് അവർ ടെൻസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ ഇനി വിട്ടുപോകുമോ എന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം അവരുടേതായ ഫീലിങ്സുകളും സ്നേഹവും കെയറിങ്ങും എല്ലാം തന്നിട്ട് ഒത്തിരി നിങ്ങളെ സ്നേഹിച്ച് അതിനുശേഷം അങ്ങനെ ഒരാൾ വിട്ടുപോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ മരിച്ചു പോകുന്നതിന് തുല്യമാണ്. അവർക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പം അങ്ങനെ വിട്ടുപോകുമോ എന്നും അവർ സംശയിക്കുന്നുണ്ട്. അതായത് സ്നേഹിക്കുന്നത് അവർക്കൊരു റിസ്ക് പോലെയാണ് ശരിക്കും തോന്നുന്നത്. അതുകൊണ്ട് അവർ മനസ്സ് തുറക്കാതെ ഇങ്ങനെ സേഫ് സൈഡിൽ നിന്ന് കളിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സേഫ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർക്കുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത് അവർക്കറിയാം. അവർ ആ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ അവരുടേതാണ് എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നു. അവർ ആ ഒരു സ്നേഹം അങ്ങനെ സൈലന്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. യാതൊരുവിധ റിസ്ക്കും കാര്യങ്ങളൊന്നും അതിലില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലൂടെ പോകാനായിട്ട് അവർ ഈ ഒരു സമയത്ത് അവർ ചൂസ് ചെയ്തിരിക്കുന്നതാണ് ശരിക്കും. പിന്നെ ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ഡൗട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫീലിങ്സുകളെ കുറിച്ച് അവർക്ക് ശരിക്കും ഉറപ്പില്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ശരിക്കും സ്നേഹമുണ്ടോ, ശരിക്കും റൊമാൻറ്റിക് ഫീലിങ്സ് ആണോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ടാണോ കണ്ടിട്ടുള്ളത്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ശരിക്കും ഉറപ്പില്ല. അതാണ് അവരുടെ ഒരു ഡൗട്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടേക്ക് പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണെന്നൊക്കെ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ആ ഒരു റിലേഷൻ തന്നെ നഷ്ടമാകുമോ എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകളുണ്ട്. ഈ ഒരു സെയിം സിനാരിയോ അല്ലെങ്കിൽ പോലും മറ്റുള്ള ഒരു പല പല റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാകാം, കൊളീഗ്സ് ആകാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് പറയുന്ന സമയത്ത് അവര് നമ്മളെ മുഴുവനും നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ അവരുടെ ലൈഫിൽ നിന്ന് മുഴുവനായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പോകുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒഴിവാക്കി മാറിപ്പോകുന്നതിനെ കുറിച്ച് ഈ പേഴ്സൺ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവര് അത് പറയാതെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ ഒരു തന്റെ ഈ ഒരു തീരുമാനം, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വരിക ഉള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു ഡൗട്ടും അവർക്കുണ്ട്. അപ്പം എനിക്ക് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ അത് ശരിയാണോ എന്നുള്ള ഒരു രീതിയിൽ അവർ ഇന്റേണൽ ആയിട്ട് മനസ്സിന്റെ ഉള്ളിനുള്ളിൽ അവർക്ക് കോൺഫ്ലിക്റ്റുകൾ നടക്കുകയാണ്. അവർക്ക് ഇതുവരെ അത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ ഡൗട്ട് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറയാത്ത ഒരു വ്യക്തിയാണ്. സംടൈംസ് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നിൽക്കും. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഫീലിങ്സോടുകൂടി നിങ്ങളിലേക്ക് വരും, പിന്നെ ഒന്ന് മാറി നിൽക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണൽ എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയാം. ഫുള്ളി ഒരു കമ്മിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല ധൈര്യമില്ലാത്ത ഒരു പേഴ്സൺ ആണ്. അപ്പം അതായത് മനസ്സ് സ്നേഹം ഉണ്ടെങ്കിലും പുറത്തേക്ക് അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് സാരം. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് അതിന്റെ ഒപ്പം തന്നെ ഒരു പേടിയുണ്ട്, ഇനി ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഹേർട്ട് ആകുമോ. അതുപോലെ തന്നെ കുറച്ച് ഡൗട്ട്സും ഉണ്ട്, ഇത് ശരിയായ ഒരു ചോയ്സ് ആണോ, അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ അവർക്ക് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാതെ അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്നേഹവും സംശയവും അതുപോലെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പം ഒരു ആളെ നമുക്ക് ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷെ മുൻപ് ഈ നമ്മൾ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കപ്പോൾ ആ മുൻപത്തെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മുന്നേ കാര്യത്തിൽ ഹേർട്ട് ആയതിന്റെ ആ ഒരു ചിന്ത, ആ ഒരു ലെസൺ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിനി വരുമോ എന്ന് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഫുള്ളായിട്ട് ഒരു ലവ് കാണിക്കാതെ കുറച്ചൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ആണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഒരു കെയർഫുള്ളോടുകൂടി ലെറ്റ് മീ ബി കെയർഫുൾ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, ഞാനൊന്ന് കെയർഫുൾ ആയിട്ട് നിൽക്കാം എന്ന രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പേഴ്സൺ വരുന്നത്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫുള്ള് എനർജീസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതായത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു സ്നേഹം അവർക്കൊരു സുരക്ഷിതത്വമല്ല എന്ന് തോന്നുന്നതിനാൽ അവർ അതിനെ മറച്ചു വെച്ച് സ്ലോ ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്നും അവിടെ തന്നെ ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ
8 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഒരു സമയത്ത് അതായത് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണെന്ന് നിങ്ങൾക്കും അറിയാമായിരിക്കും, അവർക്കും അറിയാമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലായിരിക്കും. എങ്കിൽ പോലും ഒരു സമയത്ത് ലൈഫിലൊരു സമയത്ത് അവര് ഇമോഷണലി നിങ്ങളുമായിട്ട് അകന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താണ് കാരണം എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് ഈ ഒരു 9 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മുൻപ് ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അവർ കുറച്ചൊരു പ്രൊട്ടക്റ്റീവായിട്ട് അവരെ തന്നെ സേഫ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ വീണ്ടും ഇനി ഹേർട്ട് ആകുമോ എന്നുള്ളൊരു പേടിയും കൂടിയുണ്ട് ആ ഒരു സമയത്ത് തന്നെ. ഓക്കെ, പിന്നെ 2 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡും 2 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വഴിക്ക് പോകണോ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് തന്നെയാണ് നമുക്കിവിടെ 2 ഓഫ് പെന്റിക്കിൾസും 2 ഓഫ് വാൻഡ്സും പറഞ്ഞു തരുന്നത്. 4 ഓഫ് പെന്റിക്കിൾസിലേക്ക് വരുമ്പോൾ നിങ്ങളെ വിട്ടു പോകാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. അവര് അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വിട്ടിട്ട് പോകാനായിട്ടും പറ്റുന്നില്ല. എന്ന ഓപ്ഷൻസ് ഉണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതെല്ലാം ഉണ്ട്, പക്ഷെ വിട്ടു പോകാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. അവരതുകൊണ്ട് തന്നെ ഇതിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മജീഷ്യൻ കാർഡും 8 ഓഫ് പെന്റിക്കിൾസും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ബന്ധം ശരിയാക്കാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളതാണ്. അവർക്ക് അതിനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഈ ഒരു ബന്ധം വേണമെങ്കിൽ അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലാക്കി ശരിയാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളതായിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു എപ്പോഴും ഇവരുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്കൊരു ഹോട്ട് ആൻഡ് കോൾഡ് എനർജിയാണ് കാണാൻ പറ്റുന്നത്. അപ്പം അവര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അതാണല്ലോ നമ്മൾ നോക്കിയത്. നമ്മളിപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ അത് തന്നെയാണ്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 to 75% വരെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സ്നേഹം വളരെയധികം ആഴത്തിലുള്ളതാണ്. ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത, ഒരു സ്ഥിരത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് ഭയവും കൺഫ്യൂഷനും ഒക്കെ കാരണം ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാതെ തടസ്സപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ സ്നേഹിക്കുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് തുറന്നു പറയാനായിട്ട് അവർ റെഡി ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ഈ ഒറ്റ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഓവർ തിങ്കിങ് ചെയ്യരുത്. അവരുടെ പ്രവർത്തികളൊക്കെ ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക. അവരുടെ വാക്കുകൾ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് തുറന്നവരോട് ചോദിക്കുക. അപ്പോൾ അവരെന്താണോ ആ ഒരു ക്ലാരിറ്റി തരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മളോട് ചോദിച്ചത്. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ആ ഒരു സ്നേഹം ഒരു ഭയവും കൺഫ്യൂഷനും കൊണ്ട് അവരിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുകമറിയത്തായി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. Soul messages from your person. Okay, soul messages from your person. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, അവർ ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ഞാൻ ഇവിടെ പറയുകയാണ് ഒരു പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഫസ്റ്റ് ഒരു സ്നേഹത്തിൽ പോയതിനു ശേഷം വീണ്ടും ഒരു സ്ഥിരതയില്ലാതെ ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായിരിക്കാം അങ്ങനെ ഒരു സോൾ മെസ്സേജ് വന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്, ഐ എം ഓൾവേസ് ഹിയർ മൈ ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, ഒരു രീതിയിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇവിടെ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ ലവ് യു സോ മച്ച് എന്ന് ഈ ഒരു വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ഡിഡ് നോട്ട് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഞാൻ മുന്നേ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല, തിരിച്ചറിഞ്ഞിരുന്നില്ല നിന്റെ ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിന്നോടുള്ള എൻ്റെ ഈ ഒരു സ്നേഹം ഇത്രയും ആഴത്തിൽ എൻ്റെ ഉള്ളിൽ പതിഞ്ഞു എന്നുള്ളൊരു കാര്യം, ഞാൻ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ഹാവ് മേഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. ഓക്കെ, ഈ ഭൂമിയിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സന്തോഷവതിയായിട്ടുള്ള മനുഷ്യനാക്കി എന്നെ മാറ്റിയത് നീയാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
വിതൗട്ട് യു ഐ ആം നത്തിങ്. ഓക്കെ, നിങ്ങളില്ല എങ്കിൽ ഞാൻ നത്തിങ് ആണ്, ഒന്നുമല്ല, വട്ടപൂജ്യമാണ് എന്ന് പറയുകയാണ്. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദി ടൈം. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഹാപ്പിനെസ് എന്നുകൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് 48 hours എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1986 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നു. വൈറ്റ് കളർ, ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 9, 1995, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ല, ജൂലൈ മന്ത്, തൃശൂർ, പെറ്റ് ലവർ, 1978, number 25, golden color, letter N, 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 2003 എന്ന് പറയുന്ന വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്പർ 32, മലപ്പുറം ജില്ല, 1975, 1999, മോൾ ഓൺ ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാകാം. ഇത് മാറ്റത്തിന്റെ ഒരു സൈൻ ആണെന്ന് മനസ്സിലാക്കാം. നമ്പർ 24 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്, നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്പർ 30, എൻകറേജസ് യു. ചോക്ലേറ്റ് ലവർ, നിങ്ങളുടെ പേഴ്സൺ ചോക്ലേറ്റ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസസ് ഉണ്ട്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ്, 1989, നമ്പർ 37 ആണ് ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.